ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക എന്നത് ഒരു വ്യക്തിയുടെ കടമയാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. ഒരു ലോണിന് വേണ്ടി ബാങ്കിനെ സമീപിക്കുമ്പോൾ ബാങ്ക് ആദ്യം നോക്കുന്നത് നമ്മുടെ കഴിഞ്ഞ 3 വർഷത്തെ മിനിമം 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇൻകം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തെളിവാണ്. ഇതിനു പുറമെ നമ്മൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളുമായിട്ടോ ഗവൺമെൻറ് ഏജൻസികളുമായിട്ടോ കച്ചവടവുമായി ബന്ധപ്പെടുമ്പോൾ അവരും നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ മുൻകാലങ്ങളിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളതാണ്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടത്തിൽ ലാഭവും നഷ്ടവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നഷ്ടമുണ്ടായിക്കഴിഞ്ഞാൽ ആ നഷ്ടത്തെ നമുക്ക് തൊട്ടടുത്ത വർഷങ്ങളിലേക്ക് കൊണ്ടുപോയി അടുത്ത വർഷത്തെ ലാഭവുമായി അഡ്ജസ്റ്റ് ചെയ്യുവാനും നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് നിർബന്ധമാണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നികുതി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് നമുക്ക് തിരികെ നേടാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ വരുമാനം എന്താണ് എന്ന് നമ്മൾ വെളിപ്പെടുത്തുകയും ആ വരുമാനത്തിന് മേളിലുള്ള നികുതി നമ്മുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്യപ്പെട്ട ടാക്സിൽ നിന്നും കുറവാണെങ്കിൽ എക്സ്ട്രാ കട്ട് ചെയ്തിരിക്കുന്ന ടാക്സ് നമുക്ക് തിരികെ ലഭിക്കുവാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ്.